വരികയാ അലിയാരിതങ്ങൾ അതാ പടച്ചറപ്പ് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്തിന് പെണ്ണ് ചോദിക്കാൻ? അലിയാരിതങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ മുത്തുനബി വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നു, കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മുത്തുനബിയുടെ വീട്ടിൽ വന്നു അലിയാരിതങ്ങൾ പെണ്ണ് ചോദിക്കാൻ. ഞാൻ പറയാം, 2 മിനിറ്റ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് അലിയാര് തങ്ങൾ മുത്തുനബിയുടെ വീട്ടിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്റെ അലിയെ പേടിച്ചു പോയി, പാവപ്പെട്ടവൻ, ചോദിക്കാനുള്ള ധൈര്യമില്ല, ചോദിക്കാനുള്ള ധൈര്യമില്ല. അലിയാര് തങ്ങൾ വരണ്ടുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും ചോദിച്ചു, എന്റെ അലിയെ ഇപ്പൊ വന്നേ? ഒന്നുമില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം അലിയാര് തങ്ങൾ എന്തിനാ വന്നേന്ന്. മുത്തുനബി ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാര് തങ്ങൾ പടച്ചവനെ കണ്ണും തള്ളി നിൽക്കാ. കാരണം മുത്തുനബി കോമഡി പറയാറില്ല, റസൂലുള്ളാഹി തങ്ങൾ കളിയാക്കാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, വലിയ സ്വഹാബത്തിനെയൊക്കെ വിളിച്ചു. വലിയ വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് അബൂബക്കർ തങ്ങളും ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടുന്ന വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് പ്രവാചകൻ അവിടെ നിന്ന് തീരുമാനിച്ചു അലിയാര് തങ്ങൾക്ക് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? ഇന്നത്തെ ചെറുപ്പക്കാരൻ പറയും എനിക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കടലിൽ കിടക്കണ കപ്പളി എന്റെ വാപ്പാട വകയാ, കള്ളത്തരം വരെ പറഞ്ഞ് പെണ്ണ് കിട്ടുന്ന കാലം. എങ്കിൽ അബൂബക്കർ തങ്ങൾ മരിയാനായ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ 3 കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒരു സഞ്ചരിക്കാൻ ഒരു കുതിര, എനിക്ക് ആകെയുള്ള സമ്പാദ്യം ഒരു കുതിരയുണ്ട്, ദുൽഫുക്കാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, പിന്നെ ഒരു പടയങ്കിയുണ്ട്. ഇത് 3 അല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു സാധനവുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുതിര സഞ്ചരിക്കാൻ വേണം, വാഹനമാണ്. വാള്, നീ യുദ്ധത്തിന് പോകുന്ന ആളാ, വാള് നിനക്ക് വേണം, പക്ഷേ പരിച. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പടയെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് വാ. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹർ കൊടുക്കണം, പടയങ്കിയുമായിട്ട് കമ്പോളത്തിൽ പോയി വിൽക്കാൻ. അവസാനം അതാ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചരിത്രം പറയുന്നു, ഉസ്മാൻ തങ്ങളാണത് വാങ്ങിയത്. 400 രൂപയാണ്, 480 രൂപ. 480 രൂപയ്ക്ക് ആ പടയങ്കി വിറ്റു. എന്നിട്ട് രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ പടയങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ, നീ യോദ്ധാവല്ലേ, എനിക്കെന്തിനാ ഈ പ്രായം ചെന്ന, എനിക്കെന്തിനാ ഇതൊക്കെ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടും കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് 480 ദിർഹം കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ 480 ദിർഹം കിട്ടി. പ്രവാചകൻ പറഞ്ഞു, 400 ദിർഹം വാങ്ങിച്ചു ഫാത്തിമയ്ക്ക് മഹർ. ഫാത്തിമയ്ക്ക് 400 രൂപ മഹർ, 80 രൂപ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പുതിയാപ്പളയാണ്, നീ പോയിട്ട് ഫാത്തിമയ്ക്ക് വസ്ത്രം വാങ്ങണം, നിനക്ക് വസ്ത്രം വാങ്ങണം, കല്യാണത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങണം. അലിയാര് തങ്ങളെ പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, 80 രൂപയുമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാകും ചിന്തിച്ചു നോക്ക്. 80 രൂപയ്ക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു വസ്ത്രം വാങ്ങി, അലിയാര് തങ്ങൾ ഒരു വസ്ത്രം വാങ്ങി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ പുതിയ വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയാ. അലിയാര് തങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത ആ വസ്ത്രവും ധരിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ തങ്ങൾ കരയാ. വീടിന്റെ ഒരു സൈഡിൽ പോയിരുന്ന് കരയാ. സഹാബികൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? ഫാത്തിമയുടെ കല്യാണല്ലേ, എന്തിനാ കരയണേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടോ സഹാബ? പാവപ്പെട്ടവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ, ഏറ്റവും പാവപ്പെട്ടവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്, അത് കണ്ടിട്ടാ ഞാൻ കരഞ്ഞു പോയത്. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അലിയേ നിക്കാഹ് കഴിഞ്ഞാൽ അതാ
അതാ വലീമ കൊടുക്കണമല്ലോ, എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കണമല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ ആകെ 80 രൂപയാണ് ഉണ്ടായിരുന്നത്, അതിൽ 75 രൂപയും ചെലവായി. ഇനി ഒരു 5 രൂപയാണുള്ളത്, 5 ദിർഹമാണുള്ളത്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഓടി വരുന്നു. അലിയേ, എന്റെ വീട്ടിലൊരാട് നിൽപ്പുണ്ട്, എന്റെ വീട്ടിലൊരാട് നിൽപ്പുണ്ട്, ഞാൻ നിനക്ക് തരാം അലിയേ. 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാ. എടാ ചെറുപ്പക്കാരാ, അലിയാര് തങ്ങളുടെ കണ്ടതങ്ങൾ നിറഞ്ഞു വീഴുകയാ. ആരുടെ കല്യാണപാടാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളുടെ നിക്കാഹാ പറയുന്നത്. പക്ഷേ മിത്തബയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, നീ എന്തേ നിന്റെ നിക്കാഹിനെ കുറിച്ച് ആലോചിക്കാത്തത്? എന്തൊക്കെ ആർഭാടങ്ങളാണ്! പടച്ചവനെ, സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ധരിക്കുന്ന കാലവാ, ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. എന്തേ ട്രെൻഡ് എന്നറിയോ? അല്ലാഹുവേ, പുതിയ ആപ്പിള തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ്, തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള സാരി. അല്ലാഹുവേ, എവിടെ നിന്നാടാ ഈ പൈസ? എവിടെ നിന്നാ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത് നാണമില്ലാതെ വാങ്ങിയിട്ട് അതുകൊണ്ട് കണ്ടവന്മാർക്ക് കൂട്ടുകാർക്ക് മുഴുവനും ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ ഒരു ഉടുപ്പുമില്ലാതെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്തേടാ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് പണമില്ലാതിട്ടാളോ? മുത്തുനബി പറഞ്ഞിരുന്നെങ്കിൽ സ്വർണത്തിന്റെ വസ്ത്രം കൊടുക്കാൻ ആള് തയ്യാറാ. അല്ലാഹുവേ, കടം വാങ്ങിയിട്ട് സ്വഹാബി കൊടുത്ത സദഖ വാങ്ങിയിട്ട് അലിയാര് തങ്ങൾക്ക് മുത്തുനബിയുടെ പൊന്നാരമകളുടെ നിക്കാഹിന് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പടച്ചവനെ, ലക്ഷങ്ങൾ കൊടുക്കാ സ്വഹാബികളെ തയ്യാറല്ലോ. എന്നിട്ടും പ്രവാചകൻ എന്തിനാ ഇങ്ങനെ നടത്തിയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, എടാ പണത്തില് കാര്യമില്ലടാ, സമ്പത്തിലൊരു കാര്യവുമില്ല. ലോകത്തൊരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ 501 പവൻ സ്വർണം കിട്ടുന്നതിലല്ലോ, ഓടിക്കാറ് കിട്ടുന്നതിലല്ലോ, 2 നില കെട്ടിടം കിട്ടുന്നതല്ലോ, മംഗലാപുരം ടൗണിൽ ഒരു ഫ്ലാറ്റ് കിട്ടുന്നതിലല്ലടാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? സാരികത്തായ ഒരു ഭാര്യ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നറിയുമോ? പണമില്ലെങ്കിലും കുടുംബമഹിമയില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും എടാ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാ, അതാടാ ലോകത്തിലെ ഏറ്റവും വലിയ നിധി. അതാടാ ചെറുപ്പക്കാരാ, മോനെ, അതാടാ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ പൊന്നാര ചെറുപ്പക്കാരോട്, അല്ലാതെ പണത്തിലും സൗന്ദര്യത്തിലും കുടുംബമഹിമയിലും ഒന്നും ഒരു കാര്യവുമില്ല. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടല് ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര് നീ സാലിഹത്തുകളാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് കണ്ണിന് കുളിർമയുള്ള ഭാര്യമാരാക്കണേ അല്ലാ. പടച്ചുറപ്പേ, ഈ ചെറുപ്പക്കാർക്ക് നിന്നെ പേടിയുള്ള ഒരു ഇണയെ കൊടുക്കണേ അല്ലാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വാലിഹത്തായ ഒരു ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.